അയണിന്റെ പ്രശ്നമാണ്. അയൺ വലിയ രീതിയിൽ നമ്മുടെ സാനിറ്റൈസേഴ്സ് ഐറ്റംസ്, തുണികൾ, പ്രത്യേകിച്ച് വൈറ്റ് 2 മാസം കഴിയുമ്പോൾ ഫിൽറ്റർ നാശമായി പോവുക. അതും ആള് 55,000 രൂപ മുടക്കിയിട്ടാണ് ഫിൽറ്റർ വെച്ചിരുന്നത്. 5,000 രൂപ എൻ്റെ ചിലവായതാണ്. പിന്നെ അതിപ്പോൾ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അത് കേടായി. പിന്നെ ഇപ്പം എനിക്ക് വെള്ളം ഫിൽറ്ററായി വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പ്രശ്നം അത് തന്നെയാണ്. പിന്നീട് വെള്ളം മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ തരത്തിലുള്ള അയണാണ്. ഹായ്, H2O വാട്ടർ സ്കൂളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പെട്ടെന്നൊരു വോയിസ് കേട്ടിട്ട് വരാം. നമ്മുടെ H2O വാട്ടർ സ്കൂളിൽ കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത ദിവസം വന്ന കമൻ്റാണ്. പെട്ടെന്ന് വോയിസ് ക്ലിപ്പാണ്, പെട്ടെന്നൊന്ന് കേട്ടിട്ട് വരാം. ഹലോ, നമസ്കാരം. എൻ്റെ പേര് അനിൽകുമാർ എന്നാണ്. കൊല്ലം ഓച്ചിറയിലാണ് വീട്. എനിക്ക് എൻ്റെ വാട്ടർ ടെസ്റ്റിങ്ങിൻ്റെ റിസൾട്ട് ഇതിനകത്തിട്ടിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി കൊല്ലം ടൗണിലുള്ള ലാബിലാണ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് അതിനകത്തിട്ടിട്ടുണ്ട്. റിസൾട്ട് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് 2 വെസലാണ് ഞാൻ നേരത്തെ വെച്ചേക്കുന്നത്. ഒരു 55,000 രൂപ എൻ്റെ ചിലവായതാണ്. പിന്നെ അതിപ്പോൾ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അത് കേടായി. പിന്നെ ഇപ്പം എനിക്ക് വെള്ളം ഫിൽറ്ററായി വരുന്നില്ല. അപ്പം വെള്ളം കുഴൽക്കിണറ്റിലെ വെള്ളമാണ് ഫിൽറ്റർ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ഇതിൻ്റെ അഡ്വൈസ് ഒന്ന് സഹായിക്കണം. അതെ, നമ്മൾ പലരും ഫിൽറ്റർ വയ്ക്കുന്നത് വെള്ളത്തെക്കുറിച്ച് പഠിക്കാതെ അറിയാതെ ഒക്കെയാണെന്ന് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അതിനെതിരെ കമൻറ്റുകളൊക്കെ വന്നതുകൊണ്ട് ഞാൻ പിന്നെ ആ സീരീസ് നിർത്താണ്. നമ്മുടെ തട്ടിപ്പിൻ്റെ ഫിൽറ്റർ ലോകം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ രീതിയിൽ ആളുകൾ കണ്ടിട്ടുള്ള കുറേ സീരീസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനത്തെ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വേനൽക്കാലമായതോടെ നമുക്ക് കുറേ മെസ്സേജുകൾ അങ്ങനെ വന്നു തുടങ്ങി. അതായത് നമ്മൾ ഫിൽറ്റർ വെച്ചിട്ട് 2 മാസം കഴിയുമ്പോൾ ഫിൽറ്റർ നാശമായി പോവുക. അതും ആള് 55,000 രൂപ മുടക്കിയിട്ടാണ് ഫിൽറ്റർ വെച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഫിൽറ്ററിന്റെ ലോകത്ത്, അല്ലെങ്കിൽ ഫിൽറ്ററിൻ്റെമായി ബന്ധപ്പെട്ട് ജലശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. വ്യക്തികളെ വളരെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മളിന്ന് ചിന്തിക്കുന്നത് അയണും അയണിന്റെ ഫിൽട്രേഷൻ രീതികളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ മുന്നേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അയൺ 2 തരത്തിലുണ്ട്. ഫെറിക്കും ഫെറസും അയൺ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പോയി കാണാൻ ശ്രമിക്കാം. അപ്പോൾ അയണിന്റെ പ്രശ്നം എന്താണ്? അയണുള്ള വെള്ളം കൊണ്ട് ഉപയോഗിക്കുക നമ്മൾ സാനിറ്ററി ഐറ്റംസ് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ വേറൊരു സൈറ്റിൽ പോയപ്പോൾ ഞാൻ നോട്ട് ചെയ്തപ്പോൾ വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അയണിന്റെ പ്രശ്നമാണ്. അയൺ വലിയ രീതിയിൽ നമ്മുടെ സാനിറ്റൈസേഴ്സ് ഐറ്റംസ്, തുണികൾ, പ്രത്യേകിച്ച് വൈറ്റ് ഡ്രസ്സ് അല്ലെങ്കിൽ വൈറ്റ് കോട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഡീഗ്രേഡ് ചെയ്ത് ഒരു ടാൻ കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലേക്ക് അത് മാറ്റും. അപ്പോൾ അത് അയണിന്റെ വലിയൊരു കൊറോസീവ് നേച്ചറാണ്. നമ്മുടെ വസ്ത്രങ്ങളെ അല്ലെങ്കിൽ ഡ്രസ്സുകളിലെ അല്ലെങ്കിൽ നമ്മുടെ ടൈൽസ്, സാനിറ്ററി ഐറ്റംസ്, കാറുകൾ, അങ്ങനെയുള്ള സാധനങ്ങളെ ഇതിന്റെ ബ്രൗൺ കളർ കൊടുക്കാം. വിഷ്വലി ഏറ്റവും ഒബ്സർവ് ചെയ്യുന്ന പ്രശ്നം അത് തന്നെയാണ്. പിന്നീട് വെള്ളം മുന്നോട്ട് പോകുമ്പോൾ, അതായത് ദീർഘകാലത്ത് ഉപയോഗം കൊണ്ട് നമ്മുടെ ഹെയർ ലോസ് ഉണ്ടാവും, സ്കിന്നിന് അലർജി ഉണ്ടാവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ലോകത്താണ് നമ്മൾ ഫിൽറ്ററുകളെ കുറിച്ച് ആലോചിക്കുക. നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ദീർഘകാലം നമുക്ക് ആ വെള്ളം ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 55,000 രൂപ മുടക്കി 2 മാസം കൊണ്ട് അത് നാശമായി പോയി. അപ്പോൾ 55,000 രൂപയ്ക്ക് യാതൊരു വാലിഡിറ്റി ഇല്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിൽറ്ററിന്റെ മീഡിയയ്ക്ക് ഒരു കമ്പനി വാറണ്ടി നൽകില്ല. അപ്പോൾ 55,000 രൂപ കൊടുത്ത് നമ്മുടെ ഫിൽറ്റർ നാശമായിട്ടുണ്ടെങ്കിൽ അതിൽ മീഡിയ ചേഞ്ച് ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ എന്ത് സംഭവിക്കും? നമ്മൾ ഇറക്കിയ കാശ് വീണ്ടും ഇറക്കേണ്ടി വരും. അപ്പൊ പ്രോപ്പറായ രീതിയിൽ അല്ലെങ്കിൽ സയന്റിഫിക് ആയ രീതിയിൽ ഫിൽറ്റർ വെക്കാതെ സംഭവിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള സൈറ്റുകളിൽ നമുക്ക് ഒരുപാട് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോകളൊക്കെ ഞാൻ വരും സമയങ്ങളിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് തുച്ഛമായ ലാഭം, ഇവിടെ 55,000 ലാഭം എന്നല്ല കേട്ടോ. അപ്പൊ നമ്മൾ ഫിൽറ്റർ വെക്കുമ്പോൾ 55,000 രൂപ നമ്മൾ ഡബിൾ വെസൽ സിസ്റ്റത്തിന് അയൺ റിമൂവലിനൊന്നും വാങ്ങില്ല. അപ്പോൾ ഇത്രയും വലിയ കോസ്റ്റ് മുടക്കിയിട്ട് പോലും ആ വെള്ളത്തിന്റെ ഫിൽട്രേഷൻ പ്രോപ്പർ ആയില്ല. അപ്പോൾ സയന്റിഫിക് ആവാത്ത രീതിയിൽ അയൺ റിമൂവൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ലൈഫ് സ്പാൻ വളരെ കുറവായിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ പൈസ പോകും. നമ്മൾ DM65, ബേം, കാറ്റലോക്സ്, MnO2, ആന്ത്രസൈറ്റ് പോലെയുള്ള അല്ലെങ്കിൽ ഈവൻ കാർബൺ പോലും അയണിനെ റിമൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ തരത്തിലുള്ള അയണാണ്. അയണിന്റെ ക്വാണ്ടിറ്റി, ഒപ്പം അയൺ ഏത് രീതിയിലാണ് പ്രസിപ്പിറ്റേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ അയണിന്റെ ഒപ്പം തന്നെ മാംഗനീസ് പോലെയുള്ള പല മിനറലുകൾ അറ്റാച്ച് ചെയ്ത് വരും. അപ്പോൾ ഫിൽട്രേഷൻ രീതി വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഫിൽട്രേഷൻ, അതായത് വെള്ളത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കാതെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ഇത്. ഇപ്പൊ തൊട്ട് ബാക്കിൽ കുറെ കുപ്പികളൊക്കെ കാണാം. ഭൂരിഭാഗം സമയത്തും ഇപ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതൊക്കെ അയണിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ടെസ്റ്റ് ചെയ്യാൻ വന്ന വെള്ളങ്ങളാണ്. അപ്പോൾ അയൺ നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ടും
കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, ഇന്ന സ്ഥലത്തൊന്നല്ല, ഭൂരിഭാഗം സ്ഥലങ്ങളിലും അയണിന്റെ പ്രശ്നം ഡോമിനേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി, ശക്തമായിട്ട് മാർക്കറ്റ് ചെയ്യുക, കമ്പനികളൊക്കെ മാർക്കറ്റ് ചെയ്യുക, അയൺ വെച്ചിട്ടാണ് മാർക്കറ്റ് ചെയ്യുക. അപ്പോൾ കേരളത്തിലെ മണ്ണിൽ ഇരുമ്പിന്റെ അംശം കൂടുതലാണ്. അതുകൊണ്ടാണ് അയൺ പ്രധാന പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതായത് വെള്ളം ഏത് പാത്രത്തിലാണോ സൂക്ഷിക്കുന്നത് ആ വെള്ളത്തിന്റെ സ്വഭാവം കാണിക്കുന്നത് പോലെ കേരളത്തിന്റെ മണ്ണിൽ ഇരുമ്പിന്റെ അംശം കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്വഭാവം വെള്ളത്തിലും കാണും. അപ്പോൾ അയണിന്റെ അളവ് കൂടുതലായിട്ട് വരും. അപ്പൊ നമ്മൾ ഇത്രയാണ് പറഞ്ഞു വന്നത്. നമ്മുടെ കൺസൾട്ടേഷൻ നമ്പറിൽ വന്ന ഒരു ആളുടെ ഒരു വിഷമം കേട്ടപ്പോൾ ഞാൻ വീഡിയോ ആക്കി നമുക്ക് ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ വെള്ളത്തിന്റെ പ്രശ്നം മനസ്സിലാക്കണം. അതായത് ഇരുമ്പിന്റെ പ്രശ്നം ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം. കസ്റ്റമർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന മീഡിയത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മൾ ഫിൽട്രേഷൻ ചെയ്യുന്ന കമ്പനിയെ കുറിച്ച്, നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയാനുള്ള അറിവ് അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ഫിൽട്ടർ വെച്ച് വെള്ളം ശുദ്ധീകരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ അബദ്ധങ്ങൾ നമുക്ക് പറ്റും. അപ്പോൾ വെള്ളത്തിന്റെ കാര്യത്തിൽ അബദ്ധങ്ങൾ പറ്റാതിരിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താണ്. എൻ്റെ പേര് ബ്ലേസ്, ഞാൻ വാട്ടർ ക്വാളിറ്റി അനലിസ്റ്റ് ആണ്. നമ്മുടെ ചാനൽ വെള്ളത്തിന്റെ ക്വാളിറ്റി, ഫിൽട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന ചാനലാണ്. നിങ്ങൾക്ക് വെള്ളത്തെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. നേരിട്ട് സംസാരിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ കൺസൾട്ടൻസി നമ്പറിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്ടർ എന്ന് മെസ്സേജ് അയക്കുക. ഒരുപാട് പേര് ചോദിക്കുന്നതാണ് കേട്ടോ, ഫ്രീ അല്ല കേട്ടോ. നേരിട്ട് സംസാരിക്കാൻ 150 രൂപ കൺസൾട്ടിങ് ഫീ ഉണ്ട്, അത് തീർച്ചയായിട്ടും അടയ്ക്കണം. എന്നാൽ മാത്രമാണ് ഞാൻ നിങ്ങളെ 6 മണി മുതൽ 7 മണി വരെ സമയത്ത് തിരിച്ചു വിളിക്കുക. അപ്പോൾ വെള്ളത്തിനെ കുറിച്ചിട്ട് അത്രയും പ്രശ്നമുള്ളവർ മാത്രം നമ്മുടെ കൺസൾട്ടൻസി വഴി ബന്ധപ്പെട്ടാൽ മതി. ഒപ്പം തന്നെ നമ്മൾ ഇതുവരെ തൃശ്ശൂർ, മലപ്പുറം, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ വാട്ടർ ഫിൽട്രേഷൻ്റെ സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പർ താഴെ കൊടുക്കാം, അതിലേക്ക് മെസ്സേജ് ചെയ്യാം. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ്. നമ്മൾ പുതിയതായിട്ട് സൈറ്റ് ഇൻസ്പെക്ഷൻ ആരംഭിക്കാനുള്ള പ്ലാനുകളുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഞാൻ എല്ലാ സൈറ്റുകളിലും വന്ന് വെള്ളത്തിൻ്റെ പ്രശ്നം മോണിറ്റർ ചെയ്യാനുള്ള പ്ലാനുകളുണ്ട്. അടുത്ത ദിവസം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്, എറണാകുളം ജില്ലകളിലാണ് നമ്മുടെ സൈറ്റ് ഇൻസ്പെക്ഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ അതിന് വേറൊരു ബുക്കിംഗ് ഫീയും എല്ലാ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അത്രയും പ്രശ്നമുള്ളവർക്ക് നമുക്ക് നേരിട്ട് വന്ന് വെള്ളത്തിൻ്റെ ടെസ്റ്റിങ്, ഒപ്പം വെള്ളത്തിൻ്റെ പ്രശ്നം അതെങ്ങനെ സോൾവ് ചെയ്യാനൊക്കെ വിശദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ നിർത്താണ്. താങ്ക് യു.